ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. കഴിഞ്ഞ 18 മാസങ്ങളിലെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ മാർക്കറ്റ് അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിഫ്റ്റി 50 25,500 എന്നുള്ള റേഞ്ചിൽ എത്തുന്നോ അവിടെ എന്തെങ്കിലുമൊക്കെ ബാഡ് ന്യൂസുകൾ വരികയും മാർക്കറ്റ് തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കാണുന്നത് ദിവസങ്ങൾക്ക് ശേഷം വിപണി പൂർണ്ണമായും ബിയേഴ്സിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച നമുക്കറിയാം, നിഫ്റ്റി തുടർച്ചയായ 6ാം ദിവസവും ഹെവി സെല്ലിംഗ് പ്രഷർ കാരണം ചുവപ്പണിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ 7 മാസങ്ങളിലെ ഏറ്റവും മോശം ആഴ്ചയായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. കാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ലോവർ ലോ ലോവർ ഹൈ ഫോർമേഷനിലൂടെ നീങ്ങിയാണ്. 100-ഡേ മൂവിംഗ് ആവറേജും 50-ഡേ മൂവിംഗ് ആവറേജും താഴെയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ RSI നോക്കിക്കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് അത് 40ക്ക് താഴെ ഓവർ സോൾഡ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ബിയറിഷ് ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അതേപോലെ MACD ഇൻഡിക്കേറ്റർ നോക്കിയാലും അവിടെ നെഗറ്റീവ് ക്രോസ് ഓവറാണ് കാണുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് നീങ്ങിയിരിക്കുകയാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 26,000 മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ 25,000-ലേക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ അടുത്ത ഒരു കോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,800-ലാണ്. കൂടാതെ പുട്ട് സൈഡിലെ ഏറ്റവും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500-ലും രണ്ടാമതായിട്ട് കാണുന്നത് 24,600-ലുമാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ മാർക്കറ്റ് 24,500-നും 25,000-നും ഇടയിലുള്ള ഒരു റേഞ്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു 24,500 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,300 എന്ന ലെവലിലാണ്. അപ്സൈഡിൽ നമ്മൾ 25,000 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 25,200-ഉം 25,300-ഉം ഒക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ആ പഴയ ലെവലിലേക്ക് തികച്ചും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 1% താഴേക്ക് വന്നപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 2%, സ്മോൾ ക്യാപ്പ് 250-യും അതേപോലെ 2% കൂടുതലും, മൈക്രോ ക്യാപ്പ് 250 അതിൽ കൂടുതലുമായിട്ട് ക്രാഷ് ആയതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണും അതുപോലെ സർക്കാർ ഈയിടെ കൊണ്ടുവന്ന GST റിഫോംസ് ഇതിൻ്റെയൊക്കെ ശക്തമായ പിൻബലം ഉണ്ടായിട്ടും മാർക്കറ്റ് മുന്നോട്ട് പോകാനാവാതെ അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്നത് റൂപ്പി ഡിവാലുവേഷനും അതുപോലെ US ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡീല്, അതിൻ്റെ ആ ഒരു അനിശ്ചിതത്വം അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു മൂവിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ക്യൂസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഗ്ലോബൽ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് മേജർ ഇൻഡെക്സുകളൊക്കെ നൽകിയത്. അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ജെറോം പവൽ US എക്കണോമിയെക്കുറിച്ച് അതിൻ്റെ അസറ്റ് വാല്യുവേഷനെ കുറിച്ചും നടത്തിയ ഒരു ബിയറിഷ് വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് US മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം തുടർച്ചയായ 3 ട്രേഡിംഗ് ഡേയിൽ US മേജർ ഇൻഡെക്സുകൾ ഈ രീതിയിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു മാസം അതിൻ്റെ ഒരു സുവർണ്ണകാലമായിരുന്നു. പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന US-ന്റെ Q2 ആനുവലൈസ്ഡ് GDP ഡാറ്റ അത് 3.8% എന്ന മോശമല്ലാത്ത ഒരു ഡാറ്റയാണ് വന്നത്. കാരണം അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 3.3 മറികടന്നുകൊണ്ടുള്ള ഒരു ഡാറ്റയാണിത്. അപ്പോൾ എന്നിട്ട് പോലും മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം Q1 വന്നിട്ടുള്ള GDP ഡാറ്റ 0.6% ഒരു കോൺട്രാക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ മെച്ചപ്പെട്ട ഒരു GDP ഡാറ്റ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ US-ലെ ഹയർ കൺസ്യൂമർ സ്പെൻഡിങ് അതുപോലെ ഇൻക്രീസ്ഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്, പ്രധാനമായിട്ടും AI റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു GDP ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റ് അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു കാരണമായിട്ട് തീർച്ചയായിട്ടും ആ ജെറോം പവലിൻ്റെ വാൾസ്ട്രീറ്റിൻ്റെ ആ ഒരു ഓവർ വാല്യുവേഷൻ അത് തീർച്ചയായിട്ടും മാർക്കറ്റിലെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ FIAസിൻ്റെ സെല്ലിങ് അവരുടെ ഹയസ്റ്റ് ഈ മാസം ഏറ്റവും വലിയ സെല്ലിംഗ് ആയിരുന്നു. 5,000 കോടിക്ക് അടുത്തുള്ള ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും വീക്കായിക്കൊണ്ടിരിക്കുന്ന റുപ്പിയാണ് ഒരു പരിധിവരെ ശക്തമായ സെല്ലിങ്ങിനെ FIA പ്രേരിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മളെപ്പോഴും പ്രതീക്ഷയോടെ കണ്ടിരുന്ന 2 എക്സ്പോർട്ട് സെക്ടറായിരുന്നു IT-യും ഫാർമയും. ഈ 2 സെക്ടറുകളുമാണ് ഇപ്പോൾ ശക്തമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. H1B വിസ റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും അതേപോലെ തന്നെ ഹയർ ആക്ട് US സെനറ്റിൽ പാസ്സാവുമെന്നുള്ള അഭ്യൂഹങ്ങളും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ IT ഇൻഡെക്സിൽ ശക്തമായ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു ബോംബ് ട്രംപ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ളതും പേറ്റന്റഡ് ആയിട്ടുള്ളതുമായ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് അത് US-ലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്.
ഒക്ടോബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും പറയുന്നു. നമുക്കറിയാം ഇന്ത്യൻ ഫാർമ സെക്ടർ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് US മാർക്കറ്റിലാണ്. അപ്പോൾ ഇത് ശക്തമായൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇന്ത്യൻ ഫാർമ സെക്ടറിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ട്രംപ് നിർദ്ദേശിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനികൾ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് അമേരിക്കയിലാണെങ്കിൽ ഈ താരിഫ് ബാധകമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു നെഗോഷിയേഷൻ വാതിലുകൾ തുറന്നിടുകയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വീക്കായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ചില പോസിറ്റീവ് വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ HSBCയുടെ ആ ഒരു റിപ്പോർട്ട് 2 ദിവസം മുമ്പ് വന്നിരുന്നു. ഇപ്പോൾ 2025 ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ഇന്ത്യ മാറി. എന്നിട്ട് പോലും ഈ HSBC ഇന്ത്യൻ മാർക്കറ്റിന് ഓവർ വെയിറ്റ് എന്നുള്ള ലെവലിലുള്ള ഒരു അപ്ഗ്രേഡേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ HSBC എന്ന് പറയുന്നത് അഥവാ അതിന്റെ ഫുൾ ഫോം ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ്. ഇത് ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ബാങ്കാണ്. ഇതൊരു ഫൈനാൻഷ്യൽ സർവീസസ് ഗ്രൂപ്പ് കൂടിയാണ്. ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൾട്ടിനാഷണൽ ബാങ്ക് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ലിങ്കാണ്. അപ്പോൾ ടോട്ടൽ അസറ്റിന്റെ കാര്യത്തിൽ ഇത് യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് ബാങ്കാണ്. കൂടാതെ വേൾഡിലെ തന്നെ അസറ്റിന്റെ കാര്യത്തിൽ 7th ലാർജസ്റ്റ് ബാങ്കാണ്. ബാങ്ക് ഓഫ് അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ 3rd ലാർജസ്റ്റ് നോൺ സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സെൻസെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം തികച്ചും എൻകറേജിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അവർ സെൻസെക്സിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 94,000 അത് 2026 എൻഡ് ആകുമ്പോഴത്തേക്കിന് അത് അച്ചീവ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നിലവിലുള്ള അവസ്ഥയിൽ ഏകദേശം 14% ഒരു അപ്സൈഡ് മൂവാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അണ്ടർ പെർഫോമൻസിന് ഒരു കാരണമായിട്ട് പറയുന്നത് ഏർണിംഗ്സിലുണ്ടായ സ്ലോ ഡൗണും അതുപോലെ വാല്യുവേഷൻ അധികമായതുമാണ്. അതുകൂടാതെ കൺസംഷൻ മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡും കുറച്ച് വീക്കായതും നമ്മുടെ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിട്ടുള്ള പല സ്റ്റെപ്പുകൾ, പ്രത്യേകിച്ച് GST റിഫോംസ്, അതുപോലെ ഇൻഫ്ലേഷൻ മോഡറേഷൻ ആയത്, അതുപോലെ ബാങ്കിങ് മേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാക്രോ ഒരു മുന്നേറ്റത്തിനുള്ള ചില ഗ്രൗണ്ട് വർക്കുകളാണ്. അപ്പോൾ നിലവിലുള്ള അണ്ടർ പെർഫോമൻസ് കാരണം വാല്യുവേഷൻ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് HSBCയുടെ ഘട്ടത്തിൽ. എന്നാൽ ഗ്രോത്ത് റിക്കവറി അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല, പക്ഷെ അത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടാവുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് അത് മൊത്തത്തിലുള്ള റവന്യൂസിൻ്റെ ഏകദേശം 4% മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ എന്നും അത് ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ തടയാൻ മാത്രം ശക്തമല്ലെന്നുമാണ് HSBC പറയുന്നത്. ഏതായാലും തീർച്ചയായിട്ടും ഇത്തരം റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് നിലവിലുള്ള ഈ ഫോളിംഗ് മാർക്കറ്റിൽ തികച്ചും എൻകറേജിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇതുപോലെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നത് ഗവൺമെൻറ് കൂടുതൽ കാപ്പെക്സ് എക്സ്പാൻഷന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, അതായത് യൂണിയൻ ക്യാബിനറ്റ് 69,725 കോടിയുടെ ഒരു പാക്കേജ് ഷിപ്പ് ബിൽഡിംഗ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട സെക്ടറുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ലോങ് ടേം പ്രോഗ്രാമാണ്, 10 ഇയേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കപ്പാസിറ്റി ഉയർത്താനും അതുപോലെ ലാർജ് സ്കെയിലായിട്ടുള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകർഷിക്കാനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ് എടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് ഏകദേശം 30 ലക്ഷം ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ്. കൂടാതെ ഏകദേശം 4.5 ലക്ഷം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വരും എന്നുള്ളതാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്കത് ഒരു ലോങ് ടേം പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടുകൾ ലഭിക്കാൻ കുറേ കാലമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷിപ്പിംഗ് സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് സ്റ്റോക്കുകളെ ബൈ ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല. എങ്കിലും അതിൻ്റെ കൃത്യമായ വാല്യുവേഷനിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കും ഷിപ്പിംഗ് സ്റ്റോക്കുകൾ. പ്രത്യേകിച്ച് മസഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ GRSC പോലെയുള്ള ഇത്തരം സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നിലവിലുള്ള ഈ ഒരു ബിയറിഷ് മാർക്കറ്റിൽ ചില ബൈങ് അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് Nifty 50 സ്റ്റോക്കുകളിലായിരിക്കണം, അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലായിരിക്കണം. ഇപ്പോൾ Nifty 50യുടെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു CAGR റിട്ടേൺ എന്ന് പറയുന്നത് 17.5%. അപ്പോൾ Nifty 50യിലുള്ള ഈ 50 കമ്പനികളിൽ 66% CAGR റിട്ടേൺ നൽകിയ കമ്പനികളുണ്ട്, വെറും 4% CAGR റിട്ടേൺ നൽകിയ കമ്പനികളുണ്ട്. ഇപ്പോൾ TCSന്റെ കഴിഞ്ഞ 5 വർഷത്തെ CAGR റിട്ടേൺ എന്ന് പറയുന്നത് വെറും 4% മാത്രമാണ്. FDA ബീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിട്ടേൺ ആണ് TCS നൽകിയിട്ടുള്ളത്. ഇതുപോലെ കുറേ കമ്പനികൾ കാണാം. അതേപോലെ ISC റിട്ടേൺ നൽകി 50% കൂടുതൽ CAGR റിട്ടേൺ നൽകിയ കമ്പനികളും ഉണ്ട്. നിഫ്റ്റിയുടെ ഈ ഒരു 17.5% ഓൾമോസ്റ്റ് ഡബിൾ CAGR ഗ്രോത്ത് നൽകുന്ന ഏകദേശം 35% കൂടുതൽ CAGR റിട്ടേൺ നൽകിയ ഏകദേശം 10 സ്റ്റോക്കുകൾ കാണാം. അപ്പോൾ ഈ ഒരു 10 സ്റ്റോക്കുകൾ Nifty 50യുടെ ആ ഒരു ബെഞ്ച് മാർക്കിനെ ഇരട്ടിയിലധികം ബീറ്റ് ചെയ്ത
സ്റ്റോക്കുകളായിട്ട് നമുക്ക് കണക്കാക്കാം. ആ സ്റ്റോക്കുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ബെഞ്ച് മാർക്ക് ബീറ്റിംഗ് റിട്ടേൺസ് നൽകിയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഇതിന്റെ ആബ്സല്യൂട്ട് റിട്ടേൺ 5 വർഷത്തേത് 1178%. നിഫ്റ്റിയുടെ ആബ്സല്യൂട്ട് റിട്ടേൺ ഏകദേശം 124%. രണ്ടാമതായിട്ട് ഹയസ്റ്റ് റിട്ടേൺ നൽകിയ നിഫ്റ്റി 50 സ്റ്റോക്ക് കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ ആബ്സല്യൂട്ട് റിട്ടേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 810% റിട്ടേൺ നൽകിയ അദാനി എന്റർപ്രൈസസ് ആണ് രണ്ടാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ടാറ്റയുടെ ഈ ഒരു റീറ്റെയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് 642% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം നൽകിയത്. നാലാമതായി നമ്മൾ കാണുന്നത് ഹയസ്റ്റ് റിട്ടേൺ നൽകിയത് ഓട്ടോ സെഗ്മെന്റിലുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ്. മറ്റ് പിയേഴ്സ് കമ്പനികളെ ബഹുദൂരം പിന്നിലാക്കിയ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 473% ഒരു ആബ്സല്യൂട്ട് റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം നൽകിയത്. അടുത്തതായിട്ട് ഓട്ടോ സെഗ്മെന്റിൽ തന്നെയുള്ള ടാറ്റ മോട്ടോഴ്സ് ഈ അടുത്ത കാലത്ത് അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ 5 വർഷത്തെ ഒരു ആബ്സല്യൂട്ട് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 428% റിട്ടേൺ നൽകിക്കൊണ്ട് മഹീന്ദ്രയുടെ തൊട്ടടുത്ത് തന്നെ ടാറ്റ മോട്ടോഴ്സും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു എടുത്തു പറയേണ്ട സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസ് ആണ്. കഴിഞ്ഞ 5 വർഷത്തെ ആബ്സല്യൂട്ട് റിട്ടേൺ 413% റിട്ടേൺ ആണ് ഈ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് സൈക്ലിക്കൽ സെഗ്മെന്റ് ആയിട്ടുള്ള സ്റ്റീൽ സെഗ്മെന്റിലുള്ള ടാറ്റ സ്റ്റീലാണ്. ഇതിന്റെ 5 വർഷത്തെ ആബ്സല്യൂട്ട് റിട്ടേൺ 377%. അടുത്ത സ്റ്റോക്ക് SBI ആണ്. ബാങ്കിങ് മേഖലയിലുള്ള ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത നിഫ്റ്റി 50 സ്റ്റോക്ക് SBI ആണ്. 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 368%. അടുത്തതായിട്ട് മെറ്റൽ സെഗ്മെന്റിലുള്ള ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോയുടെ 5 വർഷത്തെ റിട്ടേൺ 356%. നിഫ്റ്റിയുടെ 124%-നേക്കാൾ ഡബിൾ ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇത് നൽകിയിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ ഇതേപോലെ നിഫ്റ്റിയേക്കാൾ ഡബിൾ റിട്ടേൺ നൽകിയിട്ടുണ്ട്. 343% ആബ്സല്യൂട്ട് റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം നൽകിയത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു ഫോളിംഗ് മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടാകുമ്പോൾ തിരിച്ചു കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കുക. നിങ്ങളുടേതായ പഠനം നടത്തിക്കൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ മീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. ഇതൊരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല. ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.